ഈ ഹർമൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ വലിയ ഫാമിലിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിലൊരു പാർട്ട്ണർ മാത്രം. ട്രൂ വീൽസ് എന്ന് പറഞ്ഞൊരു യൂസ്ഡ് കാറിന്റെ ഷോറൂം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെയാണ് കമ്പനി അടിക്കുന്നത്. അവിടെ നിന്നൊക്കെ പൈസ ഒപ്പിച്ച് ഞങ്ങൾ വണ്ടി എടുക്കാൻ തുടങ്ങി. ഒരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 800 ആണ് എടുക്കണം. അങ്ങനെ എൻ്റെ വാപ്പ ആ വീട് വിറ്റിട്ടാണ് നമ്മുടെ കടമൊക്കെ അങ്ങോട്ട് തീർത്തത്. അപ്പൊ നമ്മുടെ ഫവാസ്കയായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്റർവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല, ഫവാസ്കാനെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹായ് ഫവാസ്ക. ഫവാസ്ക ശരിക്കും ഏത് നാട്ടുകാരനാണ്? ഞാനിവിടെ എടപ്പള്ളിക്കാരൻ തന്നെയാണ്. ഓക്കെ, ഫവാസ്കയെ പറ്റി ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കേസാണ് ഫവാസ്ക എന്ന് പറയുന്ന വ്യക്തി ഒരു ക്യാമറമാൻ ആയിട്ടാണ് തുടങ്ങിയത് എന്നുള്ളത്. അത് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ എത്ര വർഷമായി അത്? അതെനിക്ക് ഒരു 10 നമ്മളുടെ ഈ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത്. ആക്ച്വലി എന്റെ കസിൻസ് ഉണ്ട്, അവര് ഈ ഫീൽഡിലുള്ളവരായിരുന്നു. അവർക്ക് ക്യാമറ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചധികം നാള്. അതിനുശേഷമാണ് ഈ വണ്ടി കച്ചവടം എന്ന പരിപാടിയിലേക്ക് വരുന്നത്. അപ്പൊ ഒരു സകല കലാവല്ലഭനാണ്. പറയാൻ പറ്റില്ല, ഒരു രസമുള്ള ഫീൽഡ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. സീരിയല്, സിനിമ, അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മീഡിയയിൽ വർക്ക് ചെയ്ത ആളാണ്. കുറച്ചൊക്കെ. പിന്നെ എന്ത് പറ്റി ആ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം എന്താ? അതെന്താ, ഇപ്പൊ നമ്മൾക്ക് ഒരു തലയിലെഴുത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിലിങ്ങനെ വന്ന് തന്നെ ആയിപ്പോയതാണ്. നമ്മുടെ കഴിവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇതാണ് നിന്റെ ബിസിനസ് എന്ന് ഒരു സമയം വന്നപ്പോ തിരിച്ചറിഞ്ഞ്. അങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസ് ആണോ ഹോട്ടൽ ബിസിനസ്? ഹോട്ടൽ ആക്ച്വലി എൻ്റെ ഫാദറിന് ഹോട്ടലായിരുന്നു. എടപ്പള്ളി ടോളിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. എൻ്റെ പേരായിരുന്നു ആ ഹോട്ടലിന്, ഫവാസ് റെസ്റ്റോറൻറ്റ് എന്നായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ അതെൻ്റെ ചെറുപ്പത്തിലുള്ള എനിക്ക് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉള്ള റെസ്റ്റോറൻ്റാണ്. എനിക്ക് എടപ്പള്ളി ടോളിലായിരുന്നത്. അന്ന് വേറെ റെസ്റ്റോറൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു പ്രായം, ഞാനൊരു മുതിർന്ന വേഗം ഓൾമോസ്റ്റ് അത് പൂട്ടി. അതിനുശേഷം ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി എടപ്പള്ളി ടോളിൽ. അതും വളരെ പെട്ടെന്ന് തന്നെ പൂട്ടിപ്പോയി. കാരണം അത് കച്ചവടമാണല്ലോ, നമുക്കറിയാൻ പാടില്ലാത്ത കച്ചവടം. അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഫോട്ടോഗ്രാഫിയിലേക്കും വീഡിയോഗ്രാഫിയിലേക്കൊക്കെ വന്നത്. പിന്നെ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വെച്ചാൽ ഒരു പോക്ക് പോയാൽ നമ്മൾ വീട്ടിൽ വരുന്ന കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതൊക്കെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറി. അങ്ങനെയാണ് പതുക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിനെപ്പറ്റി വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്ക്, ബിസിനസ് അങ്ങനെ ഒരു രീതികളിലാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം ഇതിന്റെ ഇടയിൽ ഒരു 1.5 മാസം ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ തിരിച്ചു വന്നത്? അതെന്ന് വെച്ചാലേ ഈ ഹോട്ടല് നടത്തി ശരിക്കും പറഞ്ഞാല് പൊട്ടിപ്പൊളിഞ്ഞു പോയി. അപ്പൊ കുറെ ആൾക്കാർക്ക് പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാനിവിടുന്ന് ദുബായിക്ക് പോവാണ്. ദുബായി ചെന്നിട്ട് എന്താ പറയാ, മറ്റേ ലോഡിങ് ആൻഡ് അൺലോഡിങ് ജോലിയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അത് ആ കമ്പനിയുടെ ഒരു പോളിസിയാണത്. അവിടെ ആര് ജോലിക്ക് വന്നാലും ഇതിൽ വർക്ക് ചെയ്യണം ഒരാഴ്ച. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം, ഞാനിവിടെ സുഖിച്ച് ജീവിച്ചിരുന്ന ആളാണല്ലോ. അപ്പോൾ ഒരു മാസം കേബേക്കും എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കാരണം നമുക്ക് ശീലമില്ല. അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ വീട്ടിലറിഞ്ഞു. കഴിഞ്ഞപ്പോൾ എൻ്റെ വാപ്പ, അന്നൊന്നും മൊബൈലൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് വിളിക്കില്ല കാർഡിട്ട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, എനിക്ക് 2 ആൺമക്കളാണ്, നീ അവിടെ കിടന്ന് കഷ്ടപ്പെടുമൊന്നും വേണ്ട, നിങ്ങളുടെ പോര്, നിന്റെ കടമല്ലേ, അത് നമുക്ക് തീർക്കാം. അങ്ങനെ എൻ്റെ വാപ്പ ആ വീട് വിറ്റിട്ടാണ് നമ്മുടെ കടമൊക്കെ അങ്ങോട്ട് തീർത്തത്. പിന്നെ ഞാനിവിടെ വന്ന് അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു വണ്ടി വിൽക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് സത്താർ എന്ന് പറഞ്ഞിട്ട്. സത്താറിന് ഞാനൊരു വണ്ടി വാങ്ങി, അതായത് അതിന് പുറകിലേക്ക് പോകണം. എൻ്റെ ഒരു ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിഫാൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. നിഫാലിന് വണ്ടിയുടെ ബിസിനസ്സാണ്. അവിടെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു എടപ്പള്ളിയിൽ. നമ്മുടെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ട്രൂ വീൽസ് എന്ന് പറഞ്ഞൊരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെയാണ് കമ്പനി അടിക്കുന്നത്. ഒന്നുമില്ല, കാലത്ത് വരും, വെറുതെ അവിടെ ഇരിക്കും, അവരുടെ വണ്ടി നോക്കാൻ പോവും.
ചിലപ്പോൾ ഡ്രൈവറായിട്ട് പോകും. അപ്പൊ അവർക്കൊരു ഹെൽപ്പ്, പിന്നെ നമുക്കൊരു ഓളം, സുഹൃത്തുക്കളെല്ലാവരും. അങ്ങനെ ഇരിക്കെ സത്താറും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എന്താ പറയാ, എൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലത്തെ ഒരാളാണ്. അപ്പൊ സത്താറിന് ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയോ ആ കച്ചവടത്തിലേക്ക് വരികയാണ്, ഓട്ടോമാറ്റിക്കലി വരികയാണ്. എനിക്ക് ആദ്യമായിട്ട് കമ്മീഷൻ കിട്ടി. ഞാൻ കൊള്ളാല പരിപാടി. കാരണം ഞാനൊരു 10-20 ദിവസം പണിയെടുത്താൽ കിട്ടുന്ന പൈസ ഒറ്റ ദിവസം 1 മണിക്കൂറിൽ കിട്ടുകയാണ്. അങ്ങനെ എന്നോട് നിഫാല് പറഞ്ഞ, നീ ഇവിടെ നിന്ന് കച്ചവടങ്ങൾ ചെയ്യടാ, ഇങ്ങനെയൊക്കെയല്ലേ കച്ചവടമൊക്കെ പഠിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓരോരോ ഷോറൂമുകളിലും അവിടെ ഇവിടെ ഒക്കെ പോയി സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ, അത് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളൊക്കെ കച്ചവടം ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ഈ യൂസ്ഡ് കാർ ബിസിനസ്സിലേക്ക് വരുന്നത്. പിന്നെ കുറച്ച് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ആ ഷോറൂം അവരിത് ക്ലോസ് ചെയ്ത്, പിന്നെ ഞാൻ ഒറ്റക്കായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നാമത് മടിയനാണ്, ചെറുതായിട്ട് രാവിലെ എണീറ്റൊക്കെ വരാൻ കുറച്ച് മടി, അതെല്ലാവർക്കും ഉള്ള പോലെ തന്നെ. അപ്പോൾ എടപ്പള്ളിയിൽ ഇതുപോലെ തന്നെ എൻ്റെ ഒരു പാർട്ട്ണർ, ഇപ്പം എൻ്റെ പാർട്ട്ണറായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ് മനാഫ്. മനാഫും കലൂരുള്ള ഒരു വണ്ടി കച്ചവടക്കാരായിട്ട് കൂടി ഇതുപോലെ എന്നെ പോലെ തന്നെ പറയും. മനാഫ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മുത്തേ നമുക്ക് ഒരുമിച്ച് കച്ചവടം ചെയ്യാം. ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഇവൻ രാവിലെ എണീക്കും, രാവിലെ 9 മണിക്ക് വിളി തുടങ്ങും, വിളിച്ചെണീപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ബൈക്ക് എടുത്ത്, നമ്മൾ ചെറിയ വണ്ടികളൊക്കെ, ഞാനിവിടെ നിന്ന് ബൈക്ക് എടുത്ത് എടപ്പള്ളി ചെല്ലും, അവനെയും കൂട്ടി ഞങ്ങളിങ്ങനെ അലയും. അത് എനിക്ക് തോന്നുന്നു 1-2 മാസം കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ട്രാക്കിലായി കച്ചവടം. നമ്മൾ കച്ചവടക്കാർക്ക് വണ്ടി എടുത്തു കൊടുക്കും, പിന്നെ നമ്മളെ പരിചയത്തിലുള്ളവർക്ക്. അന്ന് ചെറിയ വണ്ടികളാണ് കേട്ടോ. സത്താറിന് കൊടുത്തത് അന്ന് CN എന്നിട്ട് ഫിയറ്റിന്റെ വണ്ടിയാണ്, അന്നത്തെ പ്രീമിയം വണ്ടിയാണ്. പിന്നെ നമ്മൾ ഒരുപാട് 800ഉം അങ്ങനെ ഒമിനി അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ആദ്യകാലങ്ങളിലൊക്കെ കച്ചവടം ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലമായപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം മാർക്കറ്റിൽ അറിയപ്പെടുന്ന കച്ചവടക്കാരായി. അന്ന് എറണാകുളത്ത് ഫവാസും മനാഫും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറിയും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പൈസ ഒപ്പിച്ച് ഞങ്ങൾ വണ്ടി എടുക്കാൻ തുടങ്ങി. ഒരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 800 ആണ് എടുക്കുന്നത്. അത് രാവിലെ എടുത്തു, വൈകുന്നേരം വിറ്റു. ഒരു ദിവസം കൊണ്ട് രാവിലെ എടുത്ത് വൈകിട്ട് വിറ്റ്. അപ്പോൾ ഞാൻ മനാഫിനോട് ചേടാ കൊള്ളാല്ല, അന്ന് നമുക്ക് വണ്ടി, അങ്ങനെ മനാഫ് കുറേ പൈസ ഒപ്പിക്കുന്നു. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നമ്മളെ പല ആൾക്കാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു എന്താ പറയാ, ബ്രോക്കർ എന്നുള്ളത് മാറി ഡീലറാവുകയാണ്. അപ്പോൾ പണ്ട് മുതലുള്ള സ്വപ്നമാണ് ഈ പ്രീമിയം വണ്ടികൾ, ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയാണ് നമ്മൾ പയ്യെ പ്രീമിയം വണ്ടികളിലേക്ക് വന്നു തുടങ്ങിയത്. അന്ന് നമ്മുടെ ഇന്നാളില്ല, മരണപ്പെട്ടു പോയ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ, ഓറിയന്റൽ ടെമ്പേഴ്സ് എന്ന് പറയും എടപ്പള്ളിയിൽ തന്നെ, അഷർ റഷീദ് എന്ന് പറയും. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ആളെനിക്കൊണ്ട് വളരെ ചെറുപ്പത്തിലൊരു 30 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയി. ഞാൻ പരിചയപ്പെടുന്ന ഒരു 20-21 വയസ്സുള്ളൂ. അന്ന് മുതൽ അവന് കണ്ടമാനം വണ്ടികൾ, പ്രീമിയം വണ്ടികൾ കുറേ ഞങ്ങൾ വിറ്റിട്ടുണ്ട്. അഷർ റഷീദാണ് നമുക്ക് ആദ്യമായിട്ടൊരു പ്രീമിയം വണ്ടി വിൽക്കാനുള്ളൊരു വേദി തന്നത്. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഭാസ്ക എനിക്കൊരു S ക്ലാസ് വേണം. അങ്ങനെ S ക്ലാസ് എന്നൊക്കെ കേൾക്കുമ്പോൾ അന്ന് നമ്മളെപ്പോഴും പറയും ഒരു ബെൻസ് വിറ്റിട്ട് വേണം കച്ചവടം നിർത്താൻ. അങ്ങനെ ഒരു മനസ്സിലൊക്കെ എപ്പോഴും പറയുമായിരുന്നു നമ്മൾ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു ബെൻസ് S ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ഞങ്ങളത് ഓടിച്ചാണ് വരുന്നത്. ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ ഓടിച്ചു വന്ന് എനിക്കൊരു 1 വീക്ക് എടുത്ത് അന്ന് ഡൽഹിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് താജ്മഹലിലൊക്കെ പോയി. ആ ഒരു പ്രായമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്നത്. പിന്നെ പറഞ്ഞ പോലെ അതിനുശേഷം നമ്മളിപ്പോൾ പാർട്ട്ണറായിട്ടുള്ള 2 പേരുണ്ട്, തിരൂരുള്ള. അവർ തിരൂക്കാരാണ്, അസ്കർ, റഫീഖ്, റാഫി. അവരായിട്ട് നമ്മൾ കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്രീമിയം വണ്ടി ആ ഭാഗത്തായിരുന്നു അന്ന് പ്രീമിയം വണ്ടികൾ കൂടുതൽ കച്ചവടം ചെയ്തിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടമാനം വണ്ടികൾ. ഇന്നിപ്പോൾ സഹായിച്ച അൽഹംദുലില്ലാ ഇവിടെ വരെ എത്തി. വല്ലാത്തൊരു കഥ. ഞാൻ ആ കഥയിലങ്ങ് മുഴുകിയിരുന്നു. സാധാരണ ഞാനൊരു ഇത് കഴിഞ്ഞ അപ്പോഴേക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ ഇതൊന്നും സ്ക്രിപ്റ്റ് ആക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തത്. അതെ ഞാനിങ്ങനെ ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം. തീർച്ചയായും ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയാ, ദൈവം ഇങ്ങനെ ഒരു വരച്ചു വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ സഞ്ചരിക്കാം. ഇപ്പൊ ഈ കാണുന്ന ഹർമൻ മോട്ടോഴ്സിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പം ഒരു ചെറിയ ഒരു ഇതിൽ നിന്ന് തുടങ്ങി വലിയ ഒരു
സംരംഭമായിട്ട് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ മൊത്തം എത്ര ഷോറൂം ഉണ്ട് ഹർമൻ? നമുക്കൊരു ഷോറൂമേ ഉള്ളൂ. കേരളത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്ത് സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം ചെറിയ ഷോറൂമായിരുന്നു ആലുവയിൽ. ഇതിപ്പോൾ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു വലിയ ഷോറൂം. ഇതിപ്പോൾ 1.5 കൊല്ലം ആയത് തുറന്നിട്ട്. അപ്പൊ ഫ്രാഞ്ചൈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ട്? ഞാൻ നോക്കുമ്പോ വേറെ സ്ഥലങ്ങളിലും ഹർമൻ മോട്ടോഴ്സ് വേറെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഇന്ത്യയിലില്ല. ഇല്ല. ഇന്ത്യക്ക് വെളിയിലുണ്ടോ എന്നും നമുക്കറിയില്ല. ഇന്ത്യയിൽ എന്തായാലും ഹർമൻ മോട്ടോഴ്സ് ഇല്ല. നമ്മള് പല സ്ഥലങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒക്കെ സിനാരി വെച്ചിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നോർമലി ഓരോരുത്തർ ഈ ഒരു മേഖല തുടങ്ങാനുള്ള സാഹചര്യം ഒന്നെങ്കിൽ അവര് വണ്ടിയോടുള്ള അഗാധമായ ഒരു ആഗ്രഹം അതുകൊണ്ടൊക്കെയാണ്. ആക്ച്വലി എല്ലാ ചെറുപ്പക്കാർക്കും അതുണ്ട്, അതില്ലാത്തൊരു ഭയങ്കര റയറാണ്. എനിക്ക് തോന്നുന്ന ഒരു 10-15% ആൾക്കാർക്കാണ് വണ്ടിയോട് താല്പര്യമില്ല. അതിലൊരു എന്താ പറയാ 80-85% ആൾക്കാർക്ക് വണ്ടിയോട് ഭയങ്കര ആഗ്രഹം. ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അതൊന്നുമല്ല അരി മേടിക്കണ്ടേ. തീർച്ചയായും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല വാഹനം നമുക്ക് ഉപയോഗിക്കാൻ, ആ ഒരു കൺസെപ്റ്റ്. തീർച്ചയായും. ഇപ്പം ഫവാസ്കക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 ആൺമക്കൾ. അവരോട് ഈ ഒരു സ്റ്റോറി ഒക്കെ പറയുമ്പോ അവരുടെ ഒരു റിപ്ലൈ എന്താണ്? അവരോട് പറഞ്ഞ വാപ്പത്താണോ പറയുന്നത്? പാപ്പ പണ്ടുപോലെ ഇങ്ങനെ തന്നെ ഇരിക്കും. അത് ജനിച്ചു വന്നപ്പോ തൊട്ട് അവര് കാണുന്നു. അവര് വരുമ്പോ ഇതെല്ലാം നമ്മളെപ്പോഴും പ്രീമിയം വണ്ടിയിൽ നടക്കണ, അന്ന് ഷോറൂം തുടങ്ങിയിട്ടില്ല. അപ്പൊ അവര് കാണുന്ന എന്താ, നമ്മൾ കച്ചവടത്തിന് വാങ്ങി വെച്ച വണ്ടികളുണ്ട്, അതൊക്കെ തന്നെ അവര് കാണുന്നത്. അല്ല, നമ്മളെന്നും പറഞ്ഞു കൊടുക്കും നമ്മള് കച്ചവടത്തിന് വാങ്ങിയ വണ്ടിയാണ് നമ്മുടെ എല്ലാം ഇത്. എന്നാലും കുഴപ്പമില്ല, പിന്നെ അതെല്ലാം ദൈവത്തിന്റെ നിശ്ചയം. ഓക്കെ. ഇപ്പൊ ഫവാസ്കക്ക് സ്വന്തമായിട്ട് എത്ര വണ്ടികളുണ്ട്? എൻ്റെ 2 വണ്ടിയാണ്. 2 വണ്ടിയുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ലെക്സസ് ആണ്, പിന്നെ ഒരു ചെറിയ ബെൻസിന്റെ A ക്ലാസ് ഉണ്ട്. ഈ 2 വണ്ടിയാണ് ഞാൻ. ഓക്കെ. ഇവിടെ ഞാൻ വന്നപ്പോ റോൾസ് റോയ്സും പോർഷെ അടക്കം എല്ലാ വണ്ടികളും ഉണ്ട്. പക്ഷേ ഹർമന്റെ ഓണർ ആയിട്ട് പുള്ളി ചൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ് ലെക്സസും ബെൻസും മാത്രമാണ്. ഓക്കെ. അപ്പൊ ഭയങ്കര അധികം പോഷായിട്ടുള്ള വണ്ടികളൊന്നും എടുക്കുന്നില്ലേ? അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ലല്ലോ, നമ്മളത് വിൽക്കുക എന്നുള്ളതല്ലേ. അതെ, നമ്മളെ കൊണ്ടാവുന്നതിന്റെ മാക്സിമം ഇപ്പൊ എടുത്തു വെച്ച, അത് ആഗ്രഹം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. നമുക്കും ഉപയോഗിക്കണം, യാത്ര ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടിട്ട് നമ്മളൊരു പ്രീമിയം വണ്ടി. ഇതിന് മുമ്പ് എൻ്റെ ഒരു ബെൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചെറു വണ്ടികൾ ഉപയോഗിച്ചിട്ടാണ് വലിയ വണ്ടികളിലേക്ക് വന്നത്. ഞങ്ങൾ കുറെ സ്കോഡയുടെ ഫാൻസ് ആയിരുന്നു. എനിക്ക് ഒരു 5-6 സ്കോഡ തന്നെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. അന്നൊക്കെ യാത്ര കൂടുതലാണ് നമ്മളെല്ലായിടത്തേക്കും. കാരണം അന്ന് ഷോറൂം ഇല്ല, രാവിലെ തുടങ്ങും, തിരുവനന്തപുരം പോയാൽ അവിടുന്ന് കുറച്ച് ദിവസം കണ്ടായിരിക്കും വരുന്നത്. കാലിക്കറ്റ് പോയാൽ ബാംഗ്ലൂർ, എല്ലായിടത്തും നമ്മൾ പാൻ ഇന്ത്യ പോയി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതെ. ഇപ്പം നോർമലി നമ്മൾ കാണുന്ന ബിസിനസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോഴേക്കും ഭയങ്കര പോഷായിട്ടുള്ള വണ്ടികൾ അല്ലാതെ വരില്ല. ഇപ്പം പിന്നെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളതാണ്, ഇപ്പം ബിസിനസ് തുടങ്ങിയ ഫാദറിന് ഇപ്പം ഈ ഇന്ന വണ്ടിയാണെങ്കിൽ മോനോ മോൾക്കോ മിനി കൂപ്പർ ആയിരിക്കും, അങ്ങനെ. അപ്പം അങ്ങനത്തെ ഒരാളല്ല എന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഹർമൻ മോട്ടോഴ്സിന്റെ ഓണർ ആയിട്ട് പോലും അത്രയും ആർഭാടമായിട്ടല്ല, പക്ഷെ അതിനുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്ന് ഇപ്പോഴും പറയുമ്പോൾ ശരിക്കും ഞാൻ ഈ ഹർമൻ മോട്ടോഴ്സ് വലിയ ഫാമിലിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിലൊരു പാർട്ട്ണർ മാത്രമാണ്. ഇനി എനിക്ക് വേറെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ കൂടിയപ്പോഴാണ് ഇതൊരു ഹർമൻ മോട്ടോർ കമ്പനി എന്നുള്ളൊരു സംഭവം വന്നത്. എല്ലാവർക്കും ഇൻഡിവിജ്വൽ വണ്ടികളുണ്ട്, എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഉള്ളൊരു വണ്ടിയാണ് ഞാൻ. പിന്നെ എല്ലാവരും ആഗ്രഹത്തിനടുത്തൊന്നും ഒരു റൗണ്ടൊക്കെ ഓടിക്കുക, അത് മതിയല്ല. തീർച്ചയായും. അപ്പം ഫവാസ്ക, ഞാനിപ്പോ തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മോട്ടിവേഷണൽ സാധനമാണ്. ഇപ്പൊ സ്ട്രീറ്റിലൂടെ ഒരു പയ്യൻ പോകുമ്പോൾ ചോദിച്ചു പിന്നെ എന്താണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന്. അപ്പൊ ആള് പറയാണ്, എനിക്ക് ഹർമൻ മോട്ടോഴ്സിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് നോക്കുന്നതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന്. അപ്പൊ തൊപ്പി അതിന് റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന കളമശ്ശേരി വീടിന്റെ ഫ്രണ്ടിലാണ് ഹർമൻ മോട്ടോഴ്സ്. സോ അവിടെ ഒരു യെല്ലോ പോർഷ ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും എന്നുള്ളത്. സോ അത് കണ്ടപ്പോ എന്താണ് ഫവാസ്കയ്ക്ക് തോന്നിയത്? വീഡിയോ കണ്ടപ്പോൾ ആക്ച്വലി നമുക്ക് സന്തോഷം തോന്നി. അതിന്റെ ഒരു ഉള്ളടക്കം എന്താന്ന് വെച്ചാല്, നമ്മളെല്ലാവരും വീഡിയോയിലും ഫോട്ടോയിലും മാത്രം കാണുന്ന വണ്ടികളാണിത്. അപ്പൊ നമുക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്കൊരു ഇഷ്ടം തോന്നും, അത് നേരിട്ട് കാണണം എന്നൊരു ആഗ്രഹം വരും. അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണത്.
അതിലേക്ക് പിന്നെ എത്താനായിട്ടുള്ളൊരു നമുക്കത് വാങ്ങണം. ആ ഒരു രീതിയിലുള്ള മോട്ടിവേഷനാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനല്ലേ? അതെ, തീർച്ചയായും. അപ്പൊ ഒരുപാട് പേര് ഹർമൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം നല്ല രീതിക്ക്, ഈ ഒരു ഷോറൂം നല്ല രീതിക്ക് മോട്ടിവേറ്റഡ് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞു എന്നതിന്റെ അർത്ഥം? തീർച്ചയായിട്ടും ആവാം, അങ്ങനെ ആയിരിക്കണം. അതെ, കാരണം ഇവിടെ ഒരുപാട് പേര് പുറത്ത്, കുട്ടികളൊക്കെ ആണെങ്കിലും പുറത്ത് വരും ഫാമിലി ആയിട്ട്. ഞാൻ എല്ലാവരും വിളിച്ചകത്ത് കയറ്റും, ഞാൻ വന്ന് ഫോട്ടോ എടുത്തു. കണ്ടമാനം ആൾക്കാർ വന്ന് ഫോട്ടോ, എനിക്കത് ഭയങ്കര സന്തോഷം. അവരെക്കാളും കൂടുതൽ സന്തോഷം എനിക്കാ. ഇത് ഫോട്ടോ എടുക്കാൻ വന്ന ആൾക്കാരെക്കാളും കൂടുതൽ. ഞാൻ പണ്ട് നമ്മളെ പഴയ ഷോറൂം, ചെറിയ ഷോറൂം ഉള്ളപ്പം മുതൽ ഞാൻ ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും ഞാൻ അകത്തേക്ക് കയറ്റും. അതെൻ്റെ ഒരു എന്താ പറയാ, നമ്മുടെ ഷോറൂം, നമ്മുടെ ഹർമൻ ഫാമിലിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാവരും കയറി കണ്ടോട്ടെ, അതാരും കയറരുത്, തുടരുത് എന്നൊന്നും അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും. അത് ഭയങ്കര അത്ഭുതം. സാധാരണ നമ്മൾ ഈ കാർ ഷോറൂമിലൊന്നും പോകുമ്പോൾ അങ്ങനെ തൊടാനോ ഇതാക്കാനോ ഒന്നും സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ അത് കണ്ട് ആഗ്രഹിക്കുന്നവരെ വന്നോ, നിങ്ങൾ വന്ന് ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡൗൺ ടു എർത്ത് മനസ്സിലായി കേട്ടോ. അല്ല, എല്ലാവരും ഒരു ആഗ്രഹം എന്ന് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മൾ വിൽക്കാൻ വാങ്ങി വെച്ചിരിക്കുന്നു, അല്ലെ അതിന്റെ റേറ്റ് ആള് വരുമ്പോ അയാൾ കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. അതിനിടയിൽ ഇപ്പൊ ഒരാൾ ഫോട്ടോ എടുത്തുന്നതൊന്നും സംഭവിക്കാൻ. അതെ, എനിക്ക് എന്തായാലും റോൾസ് റോയ്സിൽ കയറി ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാനുള്ള അതെ, വന്നപ്പോ തന്നെ എനിക്ക് റോൾസ് റോയ്സ് ഒക്കെ അവര് തുറന്നു തന്നു. ഞാൻ അതിലൊക്കെ ഭയങ്കര ഷോഫൊക്കെ. അല്ല, ഞാൻ നമ്മുടെ ഷോറൂമിലുള്ള എല്ലാ നമ്മുടെ ഹർമൻ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞിരിക്കും, ഹർമൻ എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണത്. നമ്മൾ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്ത് പോകും. ഇവരെല്ലാവരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത്, ആര് വന്നാലും ഒന്ന് വണ്ടിയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വണ്ടിയിലൊന്ന് തുറന്നിരിക്കാനോ നമ്മളത് ചെയ്ത് കൊടുക്കണോട്ടാ എന്നാണ് പറഞ്ഞേക്കണം. അതിനിപ്പോ ഞാൻ അറിയ പോലും ഉണ്ടാവൂല, പല ആൾക്കാരും വരും. ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴായിരിക്കും ഞാൻ കാണുന്നത്. നമുക്ക് സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും. ഈ ഹർമൻ എന്ന് പറയുന്ന വാക്കിന് വല്ല പ്രത്യേക അർത്ഥമുണ്ടോ? ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, അത് വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഒരു പേരിടണമല്ലോ. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഒരു പാർട്ണറും കൂടെ ടോണിക്കോ കഫേയിൽ പോയിരിക്കും. മണിക്കൂർ കണക്കിന് അവിടെ ഇരുന്ന് കുറേ പേരുകൾ ഇങ്ങനെ വരുന്നുണ്ട്, പറയുന്നുണ്ട്, പോകും. അങ്ങനെ പെട്ടെന്ന് ഒരു 10 പേര് നമ്മൾ ഇത് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ആ 10 പേരും കൂടെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട്, ഞങ്ങളുടെ ഡയറക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലിട്ട്, ഇതിനകത്ത് ഏതെങ്കിലും നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ ഒരു പേരാണ് ഹർമൻ മോട്ടോർ കമ്പനി. അതാണ് നമ്മളുടെ പേര്. അത് ദൈവം സഹായിച്ച് ഇവിടം വരെ എത്തി. ഓക്കെ, ഈ ഒരു ഹർമൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രീമിയം വണ്ടികൾ സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ഹർമൻ മോട്ടോഴ്സ് തന്നെയാണ്. സോ അങ്ങനെ ഒരു ഇതിലോട്ട് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? സാഹചര്യം എന്താ വെച്ചാല്, നമ്മള് വണ്ടി വാങ്ങുന്നു, വിൽക്കുന്നു, കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, നമുക്കൊരു പ്രൊഫഷണലായിട്ട് നമ്മളില്ലെങ്കിലും ഇവിടെ ബിസിനസ് നടക്കണം എന്നൊരു രീതിയിൽ പോകാൻ ഒരാഗ്രഹം വന്ന്, അങ്ങനെ നമ്മുടെ ഒരു പഴയ പാർട്ട്ണറാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് നമ്മൾ അങ്ങനെ ഒരു ഷോറൂം തുടങ്ങണം. നമുക്കറിയില്ല ഇതെന്താവുന്നോ നാളെ എന്താവുന്നോ ഒന്നും അറിയാതെയാണ് നമ്മൾ പുതിയ ഷോറൂം തുടങ്ങുന്നത്. ഈ പേരിട്ടതും ബ്രാൻഡിങ് കമ്പനി കൊണ്ടുവന്നതും ബ്രാൻഡ് ചെയ്തതും എല്ലാം. പിന്നെ ഞാനെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മൾ വിചാരിച്ചൊന്നും നടക്കണം എന്നില്ല എന്ന് വെച്ച് നമ്മൾ വിചാരിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വിചാരിച്ചേ പറ്റൂ, നമ്മൾ ആഗ്രഹിക്കണമല്ലോ. അപ്പൊ ആഗ്രഹമാണ് നമ്മളുടെ ഇതുപോലൊരു വലിയ ഷോറൂം, നമ്മളുടെ ഒരു ആഗ്രഹമാണ്. തീർച്ചയായും. ഒരു പക്ഷെ ഒരുപാട് റോൾസ് റോയ്സ് വിറ്റ ഒരാള് നമ്മൾ കണ്ടമാനം യൂസ്ഡ് റോൾസ് റോയ്സ് എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. ഇങ്ങനെ 7-8 വണ്ടികൾ വിറ്റിട്ടുണ്ട് കേരളത്തിൽ മാത്രം. കേരളത്തിന് പുറത്ത് വേറെ വിറ്റിട്ടുണ്ട്. അപ്പം വമ്പൻ റെക്കോർഡുകളാണ്. ഫവാസ്കയെ പറ്റി കൂടുതൽ അറിയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൽ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഇപ്പൊ അയ്യോ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര പാവാണ്, ഞാൻ ഭയങ്കര ചെറുതാണ്. നോർമലി നമ്മളൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന കുറച്ചതായിട്ടുള്ള ആളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളെ കണ്ടു. പക്ഷെ ഞാൻ ഭയങ്കര സിംപ്ലിസിറ്റി ആയിട്ടുള്ള ഫവാസ്കേനാണ് കേട്ടോ എനിക്ക് ഇവിടെ കാണുന്നത്. ഞാൻ എന്താന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം കഴിഞ്ഞല്ലോ. തീർച്ചയായും നമ്മളെല്ലാം ഈ ഒരു ശ്വാസത്തിന്റെ ഉള്ളിൽ കിടന്ന് ഓടുന്ന ആൾക്കാരല്ലേ. അതെ, തീർച്ചയായും. അപ്പൊ പുതുതായിട്ട് ഇപ്പൊ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? കാരണം വേറൊന്നുമല്ല, ചിലര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങില് പൊട്ടിപ്പൊളിഞ്ഞ് നിരാശയിലോട്ട് പോകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നു. പക്ഷെ
പിന്നീട് അതിൽ നിന്ന് കരകയറാൻ അവർക്ക് സാധിക്കാറില്ല. പക്ഷേ പവാസ്കയുടെ സ്റ്റോറിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തു, തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ അതിൽ പിടിച്ച് കയറിയാണ് ഇപ്പൊ ഈ കാണുന്ന ഹർമൻ മോട്ടോഴ്സ്. തോറ്റു കൊടുക്കാൻ മനസ്സിലാതെയല്ല, ഞാൻ ഒരു ബ്രോക്കറായിട്ടാണ് ഈ ഫീൽഡിലേക്ക് പോയത്. തീർച്ചയായും അത് സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. അതെ. അവിടെ നിന്നാണ് 1 2 3 4 ഇങ്ങനെ കയറി വന്നിട്ടുള്ളത്. അപ്പൊ അതെന്നെയാണ് എനിക്ക് തോറ്റു ഇതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുക. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരായിട്ട് അതെ. അത് കൂടെ ചെയ്യാൻ ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അഡ്വൈസ് എടുക്കുക. അതെ. അതാണ് മെയിൻ. നമുക്കെല്ലാം അറിയണമെന്നില്ല ഒരാൾ. അവരാണ് ഇത് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. നമ്മള് ആ ഒരു ഓണർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് പർച്ചേസ് എല്ലാം ഞങ്ങള് പാർട്ട്നേഴ്സാണ് ചെയ്യുള്ളൂ. അത് പണ്ട് മുതലേ ഉള്ളൊരു സിസ്റ്റമാണ്. പർച്ചേസ് ആണ് ഇതിന്റെ മെയിൻ സംഭവം. നമ്മൾ വാങ്ങുന്ന വിലക്ക് വാങ്ങാൻ വണ്ടി നല്ലത് നോക്കി വാങ്ങണമല്ലോ. അത് ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ഒരു സംഭവം. തീർച്ചയായും ക്വാളിറ്റിയിൽ യാതൊരു കുറവും ഇല്ല. അത് നമ്മള് കാരണം ഇത്രയും വലിയൊരു ഷോറൂം തുറന്നു വെച്ച് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വിൽക്കാൻ പറ്റില്ല. ഒരിക്കലും അല്ല. അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ വിൽക്കൂല. അതാണ് ഹർമൻ മോട്ടോഴ്സ്. ഓക്കെ ഫവാസ്ക, ഞാൻ താഴെ വന്നപ്പോൾ ശ്രദ്ധിച്ചതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒറ്റ പീസേ ഉള്ളൂ, ലാൻഡ് ക്രൂസർ പ്രാഡോ 2025. നമ്മളത് ഇമ്പോർട്ട് ചെയ്താണ്, OGL ഇമ്പോർട്ട് ചെയ്താണ്. ഓക്കെ. ഓൾമോസ്റ്റ് ഒരു കസ്റ്റമർക്ക് സെറ്റ് ആയിട്ട് നിൽക്കുന്ന വണ്ടിയാണത്. ഓക്കെ. ഇനിയിപ്പോ അടുത്ത കൊല്ലം ഒരു 3-4 വണ്ടികൾ വരുന്നുണ്ട്. ഇമ്പോർട്ടഡ് വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ കസ്റ്റമറിന്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. ചെയ്യും. അത് അവരുടെ പേരിൽ തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. കാരണം ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അതിന്റെ ഒരു ട്രാക്ക് ഉണ്ട്, അതെല്ലാവർക്കും അറിയണമെന്നില്ല. തീർച്ചയായും അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഇപ്പം നമ്മുടെ ഹർമൻ മോട്ടോഴ്സ് പോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ കാർ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പെട്ടെന്ന് തന്നെ പൂട്ടിപ്പോകുന്ന ഒരു ലെവലിലോട്ട് എത്തുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാമെന്നാണ് തോന്നിയിട്ടുള്ളത്? അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? എന്തുകൊണ്ടായിരിക്കും നമ്മള് ഒരു എക്സാക്ട് ഒരു അറിവില്ല. ഞാനൊരു അറിവില്ലായ്മയാവാൻ ഞാൻ ഇത്ര 20 കൊല്ലം കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ ഒരു ഹർമൻ മോട്ടോഴ്സ് ഇത്രയും വലിയ സ്ഥാപനത്തിലേക്ക് എത്തിയത്. 20 കൊല്ലം എടുത്തു ഞാൻ അവിടെ നിന്ന് ഇവിടെ എത്താനായിട്ട്. നമ്മളെല്ലാം സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയ ആൾക്കാരാണ്. അതങ്ങനെയാണ് എൻ്റെ വാപ്പനെ പഠിപ്പിച്ചേക്കുന്നത്. അത് തന്നെയാണ് എല്ലാവരുടെയും നമ്മളുടെ പാർട്ട്നേഴ്സിനും ഉള്ള ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കാരണം ഒറ്റടിക്ക് ആർക്കും ഒന്നും ആവണ്ട. ആയത് അധികം നാള് ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി പഠിച്ച് കയറി വരണം, അല്ല നല്ലത്. തീർച്ചയായും അതൊന്നും കൂടി ഉണ്ടാവും. നമ്മൾ എൻ്റെ അറിവെന്ന് പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എക്സ്പീരിയൻസിലൂടെ വന്ന അറിവുകളാണ് അത്, കച്ചവടത്തിലെ അറിവുകൾ. പിന്നെ നമ്മള് ഓരോ വണ്ടികൾ ഇറങ്ങുമ്പോൾ അതിനെ കുറിച്ച് പഠിക്കും. ഏത് വണ്ടികൾ ഇറങ്ങുന്നത്, സ്പോർട്സ് കാറുകളാണെങ്കിലും കാരണം നമ്മൾ പഠിക്കാനും പറ്റും. നല്ല മാർക്കറ്റിൽ പിടിച്ചേക്കാൻ പറ്റും. തീർച്ചയായും. അപ്പം സത്യം പറഞ്ഞാൽ വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രചോദനം തന്നെയാണ് ഹർമൻ മോട്ടോഴ്സ്. ഇപ്പം ഞാൻ അങ്ങനെ വണ്ടിയെ പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്ത, പക്ഷെ ഇവിടെ വന്നപ്പം എനിക്കും ആ ഒരു എന്താ പറയാ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരെണ്ണം എന്നാ എനിക്ക് സ്വന്താക്കാൻ പറ്റുക എന്നുള്ളൊരു തോന്നൽ, സ്വന്താക്കാൻ പറ്റട്ടെ. വളരെ നല്ല കാര്യം. അതാവ് പൊന്നാവട്ടെ. തീർച്ചയായും. അപ്പം ഹർമൻ മോട്ടോഴ്സ് പുറത്തും ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുറത്ത് ഹർമൻ മോട്ടോഴ്സിന് കസ്റ്റമേഴ്സ് ഉണ്ടോ? പുറത്തെന്ന് പറഞ്ഞാലേ നമ്മൾ ഹർമൻ മോട്ടോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ദുബായിലൊരു ഷോറൂം ഉണ്ടായിരുന്നു, ഫ്ലൈ വീൽസ്. ആ ഷോറൂം ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. ഞാനില്ല എന്നുള്ളൂ അതിൽ. അത് ഒരു 2-3 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, എൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അതിനുശേഷമാണ് ഇവിടെ ഈ ഒരു ഷോറൂം നമ്മൾ പ്ലാൻ ചെയ്തും തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വേൾഡ് കപ്പ് വന്നപ്പോൾ ഖത്തറിൽ പോയിരുന്നു. അപ്പം ഞാനും എൻ്റെ പാർട്ണർ മനാഫ്, ആസ്കർ, റാഫി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ വേൾഡ് കപ്പിന് വേണ്ടി വന്നിരിക്കുന്ന കണ്ടമാനം വണ്ടികളുണ്ടായിരുന്നു. അത് നമ്മൾ കുറേ ബിസിനസ് ചെയ്തായിരുന്നു. അവിടെ നിന്ന് എടുത്തുന്നതായിരുന്നു ദുബായിലേക്കും സൗദിയിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തായിരുന്നു. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു ചില്ലറക്കാരനായ ഒരാളുടെ മുമ്പിൽ അങ്ങനെയല്ല. അതെല്ലാം ദൈവം നമുക്കൊരു എവിടെ ചെന്നാലും വണ്ടി വിൽക്കാം എന്നൊരു അനുഗ്രഹം തന്നേക്കണുണ്ട്. തീർച്ചയായും. വണ്ടി എവിടെ ചെന്നാലും ഉണ്ടല്ലോ. അതെ. വാഹനങ്ങളില്ലാത്ത ലോകമില്ല, ഒരിക്കലും ഇല്ല. അതിന് കുറേ ഇല്ല കൂടി വരുള്ളൂ. ഒരുപാട് സാധ്യതകളുള്ളൊരു ഫീൽഡാണ്. ഓക്കെ.
ഫവാസ്ക ഇത്രയും വലിയ ഒരു സംരംഭമാണ് ഹർമൻ മോട്ടോഴ്സ്. സോ തീർച്ചയായിട്ടും സെലിബ്രിറ്റീസ് ആരെങ്കിലും വണ്ടി എടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മള് അവിടെ ആദ്യം ആലുവയിൽ ഷോറൂം തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മുടെ വണ്ടി എടുക്കുന്ന ഒരു സെലിബ്രിറ്റി ലെവലിൽ വണ്ടി എടുക്കുന്നത് പേളിമാണിയാണ്. പുള്ളിക്കാരി ഒരു 5 സീരീസ് എടുത്ത് അതിനുശേഷം ടിനിച്ചേട്ടൻ എനിക്ക് 2-3 വണ്ടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടിനിച്ചേട്ടൻ, പിന്നെ ഷാൻ റഹ്മാൻ, ചാക്കോച്ചൻ്റെ ഇന്ന് വണ്ടികൾ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തന്നെ വാങ്ങുന്നത്. പിന്നെ ഒരുപാട് പേര് ഇവിടുന്ന് വണ്ടികൾ എടുത്തിട്ടുണ്ട്. എല്ലാവരോടും നമ്മള് നല്ല ബന്ധമാണ്. തീർച്ചയായും. അതാണ് ഞാൻ ആലോചിച്ചത്, ഇത്രയും വലിയ ഒരു സംരംഭം, ഇത്രയും ഹെവി ആയിട്ട് നമ്മുടെ പത്തടിപ്പാലത്തിന്റെ സെന്ററിൽ തന്നെ നിൽക്കുന്ന ഹർമൻ മോട്ടോഴ്സ് സെലിബ്രിറ്റീസ് വണ്ടി വാങ്ങിയില്ലെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഇനിയും ഒരുപാട് ബിസിനസ് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, എനിക്ക് ഇനി പറയാം, ഹർമൻ മോട്ടോഴ്സിന്റെ ഒരു മുതലാളിയെ ഞാൻ ഇന്റർവ്യൂ എടുത്തു എന്നുള്ളത് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് ഒത്തിരി നന്ദി. പ്രേക്ഷകരോട് എന്താണ് ഫവാസ്കയ്ക്ക് പറയാനുള്ളത്? ഇപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല, എല്ലാം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അതെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്താ പറയാ, അതെ, മോട്ടിവേഷൻ ആരെങ്കിലും വണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പം ആ നാവ് പൊന്നാവട്ടെ. ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് ഹർമൻ മോട്ടോഴ്സിന്റെ ഓണർ ആയിട്ടുള്ള ഫവാസ്കയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.